പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. അതേസമയം പെൺകുട്ടി കോഴിക്കോട് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് മുന്നിൽ വ്യാഴാഴ്ച രഹസ്യമൊഴി നൽകി. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുലിനെ സഹായിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ശരത് ലാലിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. അതേസമയം രാഹുൽ വിവാഹ തട്ടിപ്പ് നടത്തിയ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബം. പെൺകുട്ടി കോഴിക്കോട് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഫോൺ വഴി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നതായും പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു. പന്തീരങ്കാവ് കേസിൽ അനുനയത്തിനായി വിദേശത്തുള്ള 1-ാം പ്രതി രാഹുൽ ശ്രമിക്കുന്നുവെന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അപേക്ഷ നൽകിയത്. ഇതനുസരിച്ചാണ് പെൺകുട്ടി കോഴിക്കോടെത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകിയത്. സ്ത്രീധന പീഡനമാണ് നടന്നതെന്നും പ്രതി രാഹുൽ വിവാഹ തട്ടിപ്പ് നടത്തിയെന്നും പെൺകുട്ടിയുടെ കുടുംബം ആവർത്തിച്ചു. കേസന്വേഷണത്തിനിടെ വിദേശത്തേക്ക് കടന്ന പ്രതി രാഹുൽ പെൺകുട്ടിയുടെ അമ്മയുമായി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്നാണ് കുടുംബം പറയുന്നത്. അതേസമയം കേസിലെ 1-ാം പ്രതി രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ അന്വേഷണ സംഘം തുടരുകയാണ്. രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെ ചോദ്യം ചെയ്യാനായി പോലീസ് നോട്ടീസ് അയച്ചെങ്കിലും ഇതുവരെ ഹാജരായിട്ടില്ല. ഇയാൾ ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ശരത് ലാൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. രാഹുലിന്റെ അമ്മയും സഹോദരിയും ആശുപത്രിയിലായതിനാൽ ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ.